കേന്ദ്ര നയങ്ങൾക്കെതിരായി ഒന്നിച്ചൊന്നായി അണിചേരാം. മേഖല മാർച്ച് സിന്ദാബാദ്, മേഖല മാർച്ച് സിന്ദാബാദ്, കേരളത്തിൽ സ്വാതന്ത്ര്യം. എഴുതി തള്ളപ്പെടുന്നത് നമ്മൾ കാണണം. 2020 നയങ്ങൾ തീർക്കാൻ കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ സമ്പത്തല്ല. കേരളത്തിൻ സ്വാശ്രയത്വം, പോരാട്ടങ്ങൾ തീർത്തിടാൻ സഖാക്കളെ നാം മുന്നോട്ട്, സഖാക്കളെ നാം മുന്നോട്ട്. ജീവിത സായംകാലത്ത് ഇല്ലാതാക്കിയ കരിമുണ്ടത് എങ്ങ് വന്നിട്ട് പകർന്ന് കഴിക്കുമല്ലോ. പിന്നെ
കുഴപ്പമില്ലല്ലേ? ജീവിതസായം കാലത്ത് സാധാരണ ജനജീവിതമാകെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് ഇപ്പോൾ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ആക്കി മാറ്റി. അങ്ങനെ അതിന് 3 സ്കീമുകളായി ABC. നമുക്ക് തോന്നും എന്താണ് ഒരു എന്താ പറയുക, ഒരാളെ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ ചേർക്കുകയാണെങ്കിൽ, EPF-ൽ ചേർക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിൽ താഴെ പ്രതിമാസ വരുമാനമുള്ള വ്യക്തികൾക്ക് 15,000 രൂപ അല്ലെങ്കിൽ 1 മാസത്തെ ശമ്പളം 3 ഗഡുക്കളായി EPF-ൽ നിക്ഷേപിക്കും. സാധാരണ PF-ൽ നിക്ഷേപിക്കുക തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും സംഭാവനകളാണ്. അപ്പോൾ സർക്കാർ 1 മാസത്തെ ശമ്പളം EPF-ൽ കൊടുക്കും. 2, 50 അതിലധികം സ്കീം B 50 അതിലധികമോ ആളുകളെ EPF-ൽ ചേർത്താൽ, അംഗങ്ങളാക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ട് മുന്നത്തെ വർഷം എത്രയാണോ ആളുകളെ നമ്മൾ ചേർത്തത് അവരുടെ 25% ഉള്ള ആളുകളെയോ ചേർക്കുകയോ ചെയ്താൽ അവർക്ക് 4 വർഷത്തേക്ക് തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും സംഭാവനകൾ EPF-ലേക്ക് സർക്കാർ അടയ്ക്കും. 3-മത്തത്, ഒരു തൊഴിലുടമ പുതിയ ആളെ നിയോഗിക്കുമ്പോൾ, പുതിയ ആളെ EPF-ൽ ചേർക്കുമ്പോൾ അയാളുടെ പ്രതിമാസം 3,000 രൂപ വീതം EPF-ൽ
2 വർഷത്തേക്ക് EPF-ൽ സർക്കാർ നിക്ഷേപിക്കും. ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ സർക്കാരിൻ്റെ തുക മുതലാളിയാണ് EPF-ലേക്ക് ബാക്കി ഇടുന്നത്. അപ്പം മുതലാളിക്കുള്ള EPF തുകയും കൂടി സർക്കാർ വഹിക്കും. അടുത്തത് ഇന്റേൺഷിപ്പാണ് പറഞ്ഞത്. 1 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകും. 5000 രൂപ സ്റ്റൈപ്പൻഡ്. 500 കുത്തക കമ്പനികളിൽ അഭ്യസ്തവിദ്യരായ 1 കോടി യുവാക്കളെ ആദ്യം 6000 രൂപ കൊടുക്കും. അത് കഴിഞ്ഞ് 5000 രൂപ പ്രതിമാസം 2 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നൽകും. അതുപോലെ ബാക്കിയുള്ള തുക വേണമെങ്കിൽ കുത്തക മുതലാളിമാർക്ക് CSR ഫണ്ടിൽ നിന്ന് കണ്ടെത്തി ഇവർക്ക് വേതനം കൊടുക്കാം. അപ്പോൾ 1 കോടി യുവാക്കളെ സർക്കാർ ചെലവിൽ കുത്തക മുതലാളിമാർക്ക് തൊഴിലാളികളായി കിട്ടുന്നു. അതിനുശേഷം നമുക്കറിയാം നൈപുണ്യ വികസന പദ്ധതിയാണ്. ഇത്രയും ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതിനുള്ള പരിശീലനം കിട്ടുന്നതിന് വേണ്ടി 1000 ITIകൾ തുടങ്ങും. ഈ ITIകൾ തുറന്ന് ഇവിടുന്ന് നൈപുണ്യ വികസനത്തിന് ആളുകളെ തയ്യാറാക്കി കുത്തക മുതലാളിമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഈ കുത്തക മുതലാളിമാർ ഏതാണോ അവർക്ക് പറ്റിയ സ്കീം, ഈ സ്കീമിൽ 2 വർഷം കൊണ്ട് പിരിച്ചുവിടാം, 1 വർഷം കൊണ്ട് പിരിച്ചുവിടാം, 4 വർഷം കൊണ്ട് പിരിച്ചുവിടാം. കാരണം അങ്ങനെ എങ്ങനെ അത് കഴിഞ്ഞ് ഈ വർഷം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അടുത്ത ആളെ എടുക്കും, അടുത്ത കേന്ദ്ര സഹായം പിന്നെയും കിട്ടും. അങ്ങനെ കുത്തക മുതലാളിമാർക്ക് സർക്കാരിന്റെ തുക നിരുപാധികം കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സ്കീമുകളാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നു എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയത്. അതുമാത്രമാണോ? ഈ പറഞ്ഞ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിലാണ്. നമുക്കറിയാം സംഘടിത മേഖലയിൽ ഏകദേശം 46% കരാർ നിയമനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കരാർ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ പുതിയ നിയമപ്രകാരം 15% തൊഴിലാളികളെ ഇന്റേൺഷിപ്പിൽ നിയമിക്കാം എന്ന് വന്നത്. അപ്പോൾ വീണ്ടും തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന സാഹചര്യം. നേരത്തെ തന്നെ നമുക്കറിയാം സ്ഥിരം തൊഴിൽ എന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കിയ സാഹചര്യം തൊഴിൽ നിയമ ഭേദഗതിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ പണിയെടുക്കുന്ന സമയത്തിന്റെ 8 മണിക്കൂർ നമുക്കറിയാം പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്തതാണ് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളത്. അതാണ് 12 മണിക്കൂറോ അതിലധികവുമായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം ഷിഫ്റ്റ് സമ്പ്രദായമുള്ള സ്ഥലങ്ങളിൽ പല കമ്പനികളിലും ഷിഫ്റ്റാണ്. 8 മണിക്കൂറാണെങ്കിൽ 3 ഷിഫ്റ്റ് വേണ്ടി വരുമായിരുന്നത് 12 മണിക്കൂറാകുമ്പോൾ 2 ഷിഫ്റ്റായി ചുരുങ്ങപ്പെടുന്നു. അങ്ങനെ ചുരുങ്ങുമ്പോൾ 1/3 തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം. തൊഴിലാളികൾക്ക് അനുഗുണമായി യാതൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ കൂടിയും തൊഴിൽ വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തൊഴിൽ കുത്തക മുതലാളിമാർക്ക് അനുഗുണമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം. നമുക്കറിയാം അഴിമതിയിലൂടെയൊക്കെയാണ് കഴിഞ്ഞ അദാനി എന്നാണ് ഒരു ചെറിയ മുതലാളിയായിരുന്നു, ഗുജറാത്തിലെ ഒരു ചെറിയ മുതലാളിയായിരുന്ന അദാനിയാണ് ഇന്ന് കോടീശ്വരന്മാരുടെ പട്ടികയിൽ മുന്നിൽ വന്നു നിൽക്കുന്നത്. അങ്ങനെ കുത്തഴിഞ്ഞ പല ഇതിലൂടെ കേന്ദ്രത്തിന്റെ ഖജനാവിലുള്ള പണം കുത്തക മുതലാളിമാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം വേറൊന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബഡ്ജറ്റിലെ പ്രഖ്യാപനം മുദ്രാ ലോൺ പരിധി ഉയർത്തിക്കൊടുത്തിട്ടുണ്ട്. 20,000 ആളുകൾക്ക് നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി 7.5 ലക്ഷം വരെ 7.5 ലക്ഷം വരെ ലോൺ കിട്ടും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പ 5 ലക്ഷമായിരുന്നത് 10 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ ലോൺ എടുത്തോളൂ, വ്യവസായം ആരംഭിച്ചോളൂ, ലോൺ എടുത്തോളൂ, പഠിച്ചോളൂ, ലോൺ എടുത്തോളൂ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കോളൂ. പക്ഷേ കുത്തക മുതലാളിമാർ ലോൺ എടുത്താൽ അവരുടെ 14.47 ലക്ഷം കോടി കടം എഴുതി തള്ളി കൊടുക്കും. പക്ഷേ ഈ പാവങ്ങളുടെ ലോണുകൾ എഴുതി തള്ളപ്പെടില്ല.
അപ്പം അങ്ങനെ ലോൺ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ ജീവിച്ചോളൂ എന്നുള്ള നില. അതുപോലെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് നടപടി സ്വീകരിക്കുക, വിലക്കയറ്റം തടയുക, ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള മുദ്രാവാക്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഇതിപ്പോൾ മൂന്നാമത്തെ NDA സർക്കാരാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം NDA സർക്കാർ. നമുക്കറിയാം, മൂന്നാമത് ഇലക്ഷൻ യജ്ഞം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. കാരണം 2 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി വാരിക്കോരി നൽകുന്ന ഒരു സാഹചര്യം. 85 മിനിറ്റോളം എടുത്ത് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ കേരളം എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ നിർമ്മല സീതാരാമൻ തയ്യാറായിട്ടില്ല. കേരളത്തെ അവഗണിച്ചു. കേരളത്തിനെതിരെയുള്ള അവഗണനയ്ക്കെതിരെ നമ്മൾ പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളം ആകെ ചോദിച്ചത് 24,000 കോടി രൂപയാണ്. അതൊരു പാക്കേജായി നൽകണം. കേരളം നേരത്തെ നമ്മുടെ NHന്റെ വികസനത്തിന് വേണ്ടി കടമെടുത്ത 6,000 കോടി രൂപ, അതുപോലെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി 5,000 കോടി രൂപ, വയനാട് തുരങ്കപാതയ്ക്ക് വേണ്ടി തുക, അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടത് ശബരി റെയിൽപാത, അതുപോലെ പാത 3 ഇരട്ടിയാക്കൽ, ആലപ്പുഴ വഴിക്കുള്ളത് ഡബിൾ ലൈൻ ആക്കൽ, അങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ നമുക്കറിയാം, കാസർഗോഡുള്ള ജീവനക്കാർക്ക് നന്നായിട്ട് അറിയാം. കാരണം കൂടുതൽ യാത്ര കൂടുതൽ ചെയ്യുന്ന ട്രെയിനിലാണ്. അങ്ങനെ യാത്രാക്ലേശം കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന കൊണ്ട് തന്നെ കൂടുതൽ ട്രെയിൻ സർവീസുകൾ വേണം എന്ന് നമ്മൾ ചോദിച്ചു. അത് തന്നില്ല. നമുക്കറിയാം, കേരളം ഏറ്റവും ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്നല്ല ലോകോത്തര നിലവാരത്തിലാണ് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യരംഗം എത്തപ്പെട്ടിട്ടുള്ളത്. എല്ലാം കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരുമാകുമ്പോൾ ഒരു പാവപ്പെട്ടവൻ എന്ത് മാരിൽ 93% പേരും കോടീശ്വരന്മാർ. 24 എത്തി നിൽക്കുമ്പോൾ 200 കടന്നിരിക്കുന്നു. കഴിഞ്ഞ എണ്ണം എന്ന് പറയുന്നത് 109 2020 വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹങ്കർ ഇൻഡെക്സിൽ മറ്റു സൂചകങ്ങൾ എല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും താഴേക്ക് പോകുന്ന സാഹചര്യം. പട്ടിണി സൂചികയിൽ ഏഷ്യയിലെ അഫ്ഗാനിസ്ഥാൻ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ പട്ടികയിൽ ഇന്ത്യക്ക് മുകളിലാണ്. അതുപോലെ തന്നെ 2022-23 സാമ്പത്തിക വർഷത്തിലെ ഗാർഹിക ഉപഭോഗ ചെലവ് സൂചിക റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പറയുന്നത് 56% ആളുകളും 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളാണ്. അതിൽ 31% ഉള്ളത് ഗുജറാത്തിലാണ്. നമുക്കറിയാം, മോഡി മോഡൽ വികസനം, ഗുജറാത്ത് മോഡൽ വികസനം എന്നെല്ലാം വളരെ വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഗുജറാത്തിലാണ് 31%-ത്തിൽ അധികം ആളുകൾ 3 നേരം ഭക്ഷണം കിട്ടാതിരിക്കുന്ന സാഹചര്യം. 57 ലക്ഷത്തോളം കുട്ടികൾക്ക് 1 നേരത്തെ ഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കണക്ക്. അവിടെയാണ് കേരളം മാതൃകയാകുന്നത്. കേരളത്തിൽ 100% ആളുകൾക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നാണ് സർവേ റിപ്പോർട്ട്. അങ്ങനെ നമുക്കറിയാം, ഈ അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിലക്കയറ്റം തടയുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇന്ധനവില സ്ഥായിയായി നിൽക്കുന്ന ഒരൊറ്റ കാലഘട്ടമേ ഉള്ളൂ, എലക്ഷൻ പ്രഖ്യാപിക്കണം. എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ധനവില ഒരു സ്ഥായിയായ നിലയിൽ അങ്ങനെ തുടരും. അത് കഴിയുമ്പോൾ വീണ്ടും നേരത്തെ എന്താണോ തടഞ്ഞു വെച്ചിരുന്നത് അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇന്ധനവില ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പാചകവാതക സബ്സിഡി എടുത്തു കളഞ്ഞു, ഭക്ഷ്യ സബ്സിഡി ഇല്ലാതാക്കി, ഭക്ഷ്യസാധനങ്ങൾക്ക് GST ഏർപ്പെടുത്തി. ആ ഭക്ഷ്യസാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയ GST പിൻവലിക്കണം എന്നുള്ള ഇതും നമ്മൾ പരിഗണിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് GST ഭക്ഷ്യസാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്നത്. അങ്ങനെ ഇല്ലാത്തവനെ യാതൊന്നും ഇല്ലാതെ അവൻ്റെ സബ്സിഡികളെല്ലാം എടുത്തു മാറ്റപ്പെടുമ്പോൾ നമുക്കറിയാം, പാചകവാതകത്തിന് 281 രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം കൂടിയത്.